ജോധ്പൂരിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഹ്റാൻഗർ ഫോർട്ട് ജോധ്പൂരിലെ ഏറ്റവും പ്രധാന ആകർഷണം ഈ ഒരു ഫോർട്ട് തന്നെയാണ്. ഒരുപാട് നടന്ന് ഒരു കുന്ന് കയറിയാണ് ഞാൻ ഈ ഫോർട്ടിലേക്ക് എത്തിയത്. കാരണം ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ അല്ല, മറ്റൊരു ഭാഗത്തൂടെയാണ് ഞാൻ കയറിയത്. മുകളിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ, എക്സ്റ്റീരിയർ, അതിൻ്റെ വർക്കുകൾ, കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളായിട്ട് മോട്ടി മഹൽ, ശീഷ് മഹൽ, ഫൂൽ മഹൽ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. മെഹ്റാൻഗഡ് എന്ന വാക്കിനർത്ഥം സൂര്യ കൊട്ടാരം എന്നാണ്. 1459 റാവു ജോധയാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. രാജസ്ഥാനിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിലൊന്നാണ് ജോധ്പൂർ നഗരത്തിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മെഹ്റാൻഗർ ഫോർട്ട്. 1200 ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന വലിയൊരു കോട്ട തന്നെയാണിത്. ഇതിലൊരു ലിഫ്റ്റ് ഉണ്ട്, ഒരു എലവേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ കയറിങ്ങാണ്ട് 50 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ്. 200 രൂപയാണ് കോട്ടയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. അത് കയറി നമ്മൾ ആ ലിഫ്റ്റ് കയറിങ്ങാണ്ട് 14ാം നിലയിലേക്ക്, ഏറ്റവും മുകളിലേക്ക് പോയി അവിടെ നിന്നാണ് പിന്നെ താഴോട്ടേക്ക് ഉള്ളിലുള്ള കാഴ്ചകൾ കണ്ട് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് നടുത്തളങ്ങളുണ്ട് ഈ കോട്ടക്ക്. അതിൽ ശ്രദ്ധിച്ചാലറിയാം, ജനലുകളൊക്കെ ഒരു ജാളി വർക്ക് ചെയ്ത രീതിയിലായിരിക്കും ഉള്ളത്. അതായത് ലേഡീസിന്, കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ഈ നടുത്തളത്തിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. കാരണം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അങ്ങോട്ടേക്ക് പോകാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തത്. മൊത്തം 7 കോട്ട വാതിലുകളുണ്ട് ഈ ഒരു സ്ട്രക്ചറിന്. അതിൽ ചില വാതിലുകൾ ഓരോ യുദ്ധങ്ങൾ നടന്ന് അതിൻ്റെ സ്മരണക്കായിട്ട്, ഓരോ യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ സ്മരണക്കായിട്ട് ഇവർ കെട്ടിപ്പണിതതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിനോ എന്തുകൊണ്ടാണ് രാജസ്ഥാനിലെ ഈ കൊട്ടാരങ്ങളും ഇങ്ങനത്തെ മോണുമെൻറ്റ്സും ഒക്കെ തകർക്കപ്പെടാണ്ട് നിന്നത് എന്നുള്ളത്? ഇപ്പോൾ ശ്രീരംഗപട്ടണത്തോ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പഴയ മോണുമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഒക്കെ തകർത്തുന്ന ബ്രിട്ടീഷുകാരെ കാലത്ത്. ഇവർ പ്രിൻസ്ലി ഭരണകൂടത്തിൻ്റെ കീഴിലേനി. മുഗൾസിൻ്റെന്നും മറാത്താസിൻ്റെന്നും ഒക്കെയുള്ള ത്രെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു അലയൻസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇവരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ഈ സാധനങ്ങളൊക്കെ സംരക്ഷിച്ചു പോകുന്നു. ഒരു കണക്കിന് നമുക്കൊരു വീരത്തായിട്ട് ഒരു സൈഡിൽ നോക്കുമ്പോൾ തോന്നെങ്കിലും അങ്ങനെ അവരന്ന് ആ സ്ട്രാറ്റജി യൂസ് ചെയ്തതിനോടാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകാൻ പറ്റിയത്. കോട്ടയുടെ ഗേറ്റിൽ ഇവരുടെ ഫോക്ക് സംഗീതജ്ഞരെ